വെൽക്കം ബാക്ക് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് റിലേഷൻ ആണ്. അതിൽ ആദ്യത്തെ രണ്ട് റിലേഷൻ നമ്മൾ പറഞ്ഞു, എംപ്റ്റി റിലേഷൻ ആൻഡ് യൂണിവേഴ്സൽ റിലേഷൻ. ഇന്നിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് നോക്കുന്നത്. തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് റിലേഷൻ. എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് നമുക്ക് നോക്കാം. എ റിലേഷൻ R in a set A is called reflexive if ordered pair A, A belongs to R for every A element of A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കത് എന്താണെന്ന് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. A എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിരിക്കുന്നു 1,1,2 എന്നും R ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ordered pair A, B such that A plus B less than 5. ഇതാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന R. അപ്പൊ നമുക്ക് R എന്ന് പറയുന്ന സെറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? A ക്രോസ് A കണ്ടുപിടിക്കണം. കാരണം R എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ നമുക്ക് A ക്രോസ് A കണ്ടുപിടിക്കുമ്പോൾ എന്താണ് വരുന്നത്? ഫസ്റ്റ് എലമെന്റ് എടുക്കുക. അപ്പൊ 1, A ക്രോസ് A ആണ്. അപ്പൊ അതിൽ തന്നെ ആദ്യത്തെ എലമെന്റുമായിട്ട് പെയർ ചെയ്യുമ്പോൾ 1, 1 ഓർഡേർഡ് പെയർ 1, 1. ഇനി വീണ്ടും ഫസ്റ്റ് എലമെന്റ് എടുക്കുക. അടുത്ത രണ്ടാമത്തെ എലമെന്റുമായിട്ട് പെയർ ചെയ്യുമ്പോൾ 1, 2 എന്ന് കിട്ടും. അതുപോലെ സെക്കൻഡ് എലമെന്റ് ആയി 2 എടുക്കുന്നു. ഫസ്റ്റ് എലമെന്റുമായിട്ട് പെയർ ചെയ്യുമ്പോൾ 2, 1. അടുത്ത 2 എടുത്തു. സെക്കൻഡ് എലമെന്റുമായിട്ട് പെയർ ചെയ്യുമ്പോൾ 2, 2 എന്നിങ്ങനെ കിട്ടും. ഇതാണ് A ക്രോസ് A. ഇനി നമുക്ക് R എഴുതാം. R is equal to റിലേഷൻ എന്താണ് വരുന്നത്? R ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് എങ്ങനെയാണ് വരേണ്ടത്? A പ്ലസ് B എടുത്തു കഴിഞ്ഞാൽ ലെസ് ദാൻ 5 ആയിരിക്കണം. അങ്ങനെ വരുന്ന എല്ലാ ഓർഡേർഡ് പെയർസും ഈ റിലേഷനിൽ ഉണ്ടാവും. നമുക്ക് നോക്കാം. 1 പ്ലസ് 1 ലെസ് ദാൻ 5 ആണല്ലോ. 1 പ്ലസ് 1 എന്ന് പറയുന്നത് 2 ആണ്, ലെസ് ദാൻ 5 ആണ്. അപ്പൊ നമുക്ക് ആ ഒരു ഓർഡേർഡ് പെയർ ഇവിടെ കിട്ടി. നെക്സ്റ്റ് 1 പ്ലസ് 2 അതും ലെസ് ദാൻ 5 ആണ്, അതും നമുക്ക് എടുക്കാം. നെക്സ്റ്റ് വരുന്നത് എന്താണ്? 2 പ്ലസ് 1 അതും ലെസ് ദാൻ 5 ആണ്. നെക്സ്റ്റ് വരുന്നത് 2, അതായത് 2 പ്ലസ് 2 എടുക്കുമ്പോൾ 4 വരുന്നു, ലെസ് ദാൻ 5 ആണ്. സോ അതും എടുക്കാം. അതായത് ഇവിടെ എല്ലാ ഓർഡേർഡ് പെയർസും വന്നിട്ടുണ്ട്. ഇനി ഇത് റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇഫ് A, A belongs to R for every A element of A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അതെല്ലാം അതിനോട് തന്നെ പെയർ ചെയ്തിട്ടുണ്ടാവണം. ഫോർ എക്സാമ്പിൾ ഇവിടെ A എന്ന് പറയുന്ന സെറ്റ് 1 ആണ്. സെറ്റിലെ എലമെന്റ്സ് 1ഉം 2 ആണ്. അപ്പൊ നമ്മൾ 1 എടുത്താൽ 1, 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ഇതിൽ ഉണ്ടാവണം. ഉണ്ടേ? അടുത്ത 2 എന്ന് പറയുന്ന എലമെന്റ് എടുത്താൽ 2, 2 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇതിൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. എ റിലേഷൻ R in a set is called reflexive if ordered pair A, A belongs to R for every A element of A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ എലമെന്റിനും അങ്ങനെ വരണം. 1, 2 എന്ന് പറയുന്ന എലമെന്റ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ 1, 1ഉം നമ്മുടെ റിലേഷൻ ഉണ്ടാവണം. 2, 2 എന്ന് പറയുന്നതും ഈ റിലേഷനിൽ ഉണ്ടാവണം. ഇനി എയിൽ ഒരു എലമെന്റ് കൂടി ഉണ്ടായിരുന്നു, 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ 3, 3 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെന്തെന്ന് പറയൂ? റിഫ്ലെക്സീവ് എന്ന് പറയൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് സിമ്മട്രിക് റിലേഷൻ ആണ്. അതെന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ് സിമ്മട്രിക് റിലേഷൻ എന്നുള്ളതാണ്. ഒരു റിലേഷൻ സിമ്മട്രിക് ആവണമെങ്കിൽ ഒരു ഓർഡേർഡ് പെയർ എടുക്കുമ്പോൾ അതിനെ മറിച്ചിട്ടാലും ആ റിലേഷനിൽ തന്നെ ഉണ്ടാകണം. അതായത് ഇഫ് A, B belongs to R implies that B, A belongs to R for every A, B belongs to A. അതായത് ഒരു എലമെന്റ് A എന്ന് പറയുന്ന ഒരു സെറ്റിൽ ഒരു എലമെന്റ് എടുത്ത് ഓർഡേർഡ് പെയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഓർഡേർഡ് പെയറിനെ മറിച്ചിട്ടാലും അത് എന്തിൽ തന്നെ ഉണ്ടാവണം? R എന്ന് പറയുന്ന റിലേഷനിൽ തന്നെ ഉണ്ടാവണം. അത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. R is equal to കഴിഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. 1, 1, 1, 2, 2, 1, 2, 2. ഇവിടെ
നമ്മുടെ സെറ്റ് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു 1,2. സെയിം എക്സാമ്പിൾ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. 1,2 ആർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ പ്ലസ് ബി ലെസ് ദാൻ 5 എന്നുള്ള അതേ സെയിം എക്സാമ്പിൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ എടുത്ത അതേ സെയിം ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഇത് സിമെട്രിക് ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഒരു ഓർഡേർഡ് പെയർ എടുക്കുക. ഇതിനകത്തുള്ള ഒരു ഓർഡേർഡ് പെയർ 1 എന്ന് പറയുന്നത് ഞാൻ എടുത്തു. 1 എന്ന് പറയുന്നത് ആറിലെ ഒരു ഓർഡേർഡ് പെയർ ആണ്. കറക്റ്റ് അല്ലേ? നമ്മൾ ആറിന് എടുത്തതാണ്. ഇറ്റ് ബിലോങ്സ് ടു ആർ. ഇതിനെ ഇനി മറിച്ചിട്ടാലും അത് എവിടെ തന്നെ വരണം? ആറിൽ തന്നെ വരണം. ഈ സെയിം എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാലും അത് അതുപോലെ തന്നെ വരുന്നതുകൊണ്ട് ഇത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ഓർഡേർഡ് പെയർ ആയ 1, 2 ഞാൻ എടുക്കുന്നു. 1, 2 ആറിലുള്ള ഒരു ഓർഡേർഡ് പെയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ മറിച്ചിടുമ്പോ ഇത് തിരിച്ചെഴുതുമ്പോ 2,1 ആറിലുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്താണെന്ന് പറയാം? സിമെട്രിക് ആണെന്ന് പറയാം. നോക്കിയേ, 1,2 ആറിലുണ്ടെങ്കിൽ തിരിച്ചിടുമ്പോ വരുന്നത് എന്താണ്? 2,1 എന്നാണ്. അതും ആറിലുണ്ടോ? ഉണ്ട്. അടുത്ത നെക്സ്റ്റ് ഓർഡേർഡ് പെയർ എടുക്കുന്നു. 2,2 2,2 ആറിലുണ്ട്. അതിനെ തിരിച്ചിട്ടാലും സെയിം തന്നെയാണ് വരുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ ഇതും എന്താണ്? ആറിനകത്തുണ്ട്. അങ്ങനെ എല്ലാ ഓർഡേർഡ് പെയർസ് നമ്മൾ തിരിച്ചിട്ടാലും അതിനകത്ത് തന്നെ വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? സിമെട്രിക് എന്ന് പറയാം. ഒന്നുകൂടി പറയാം, നോക്കൂ. സിമെട്രിക് എന്ന് പറഞ്ഞാൽ if ordered pair A, B belongs to R implies that B, A belongs to R. For all A, B element of A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ എലമെന്റ്സിനും ഇതേപോലെ ഓർഡേർഡ് പെയർസ് മറിച്ചിടുമ്പോൾ ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതാണ് സിമെട്രിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് നോക്കാം. If A, B belongs to R and B, C belongs to R implies A, C belongs to R. For all A, B, C belongs to A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എ ബി എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ ആറിലുണ്ട്. പിന്നെ ബി സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു ഓർഡേർഡ് പെയർ ബി സി എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും ആറിലുണ്ടെങ്കിൽ എയിലും സിയിലുമായിട്ട് പെയർ ചെയ്ത എ, സി എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും ഇവിടെ ഉണ്ടായിരിക്കണം? ആറില് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആർ ഇസ് ഈക്വൽ ടു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റിലേഷൻ തന്നിട്ടുണ്ട്. 1,2 2,1 1,1 ആൻഡ് 2,2 ഇതാണ് ഒരു റിലേഷൻ തന്നിട്ടുള്ളത്. ഇത് നമുക്ക് ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണം. അപ്പൊ ആദ്യത്തെ ഓർഡേർഡ് പെയർ ആയ 1, 2 ഞാൻ എടുക്കുകയാണ്. 1,2 ഞാൻ എടുത്തു. ഇവിടെ എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1, 2 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ഇനി 2വിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേർഡ് പെയർ നോക്കണം. 2വിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേർഡ് പെയർ. അപ്പൊ 2വിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് ഓർഡേർഡ് പെയർസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. 2, 1 ഉണ്ട്, 2, 2 ഉണ്ട്. ഞാനിപ്പോ ഇവിടെ എഴുതിയാണ് 2, 1 ബിലോങ്സ് ടു ആർ. ആദ്യം ഞാൻ 2, 1 എടുത്തു. 2, 1 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ഇവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ എ സി എന്ന് പറയുന്നത് ആറിലുണ്ടായിരിക്കണം. അതായത് ഫസ്റ്റ് എലമെന്റും ഇവിടത്തെ ലാസ്റ്റ് എലമെന്റും 1 എന്ന് പറയുന്നതും എവിടെ ഉണ്ടാവണം? 1,1 എന്ന് പറയുന്നത് ആറിലുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടോ? 1, 1 എന്ന് പറയുന്നത് ആറിലുണ്ടോ? ഉണ്ട്. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഫോർ ഓൾ എ, ബി, സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ആകെ ഫസ്റ്റ് ഓർഡേർഡ് പെയർ 1, 2 മാത്രമേ എടുത്തോളൂ. ഇനി ഈ 1, 2വിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്തപ്പോ 2, 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരെണ്ണവും 2, 2വിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരെണ്ണം കൂടി ഉണ്ട്. നമ്മൾ ഈ 2, 1 മാത്രമേ ചെക്ക് ചെയ്തോളൂ. 2, 2ഉം കൂടി നമുക്ക് നോക്കാം. 1,2 belongs to R and അടുത്തത് 2,2 belongs to R. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ 1,2 ഇതിലുണ്ടായിരിക്കണം. 1,2 ആറിൽ ഉണ്ടായിരിക്കണം. ഉണ്ടോ? 1,2 എന്ന് പറയുന്നത് ആറിലുണ്ടോ? ഉണ്ട്. 1,2 belongs to R. അടുത്ത
അപ്പൊ അത് കിട്ടി. എ കോമ ബി ഉണ്ട്, ബി കോമ സി ഉണ്ടെങ്കിൽ എ കോമ സിയും ഉണ്ട്. അപ്പൊ നമ്മൾ 1 2 എടുത്തപ്പോ നമുക്ക് ഇവിടെ 2 പെയർ കിട്ടി. 1 2 2 1, അതുപോലെ 1 2 2 2. അത് രണ്ടിന്റെയും 1 1 ബിലോങ്സ് ടു ആർ എന്ന് കിട്ടി, 1 2 ബിലോങ്സ് ടു ആർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഞാൻ എടുക്കുന്നത് 2 1 ആണ്. നെക്സ്റ്റ് ഓർഡേർഡ് പെയർ 2 1. ഞാനിവിടെ 2 1 എടുക്കുകയാണ്. 2 1 ബിലോങ്സ് ടു ആർ ആയാൽ ആൻഡ് ഇനി നമുക്ക് 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കണം. 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേർഡ് പെയർ ഏതൊക്കെയാണെന്ന് നോക്കണം. രണ്ടെണ്ണം ഉണ്ട്, 1 2 1 1. ഞാനിപ്പോ ആദ്യം 1 2 ആണ് എടുക്കുന്നത്. 1 2 ബിലോങ്സ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ 2 2ഉം എവിടെ ഉണ്ടായിരിക്കണം? ആറിൽ ഉണ്ടായിരിക്കണം. നോക്കാം നമുക്ക് 2 2 ഉണ്ടോ എന്ന്. ഉണ്ട്. അപ്പൊ 2 2 ഓൾസോ ബിലോങ്സ് ടു ആർ എന്ന് പറയാം. അതും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഈ 2 1 എടുക്കുമ്പോൾ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേർഡ് പെയർ ആണ് രണ്ടാമത്തേതായിട്ട് എടുക്കാനുള്ളത്. അതിൽ രണ്ടെണ്ണം വരുന്നുണ്ട്, 1 2ഉം വരുന്നുണ്ട്, 1 1ഉം വരുന്നുണ്ട്. നമ്മൾ 1 2 മാത്രമേ ചെക്ക് ചെയ്തോളൂ, അടുത്ത 1 1 കൂടി ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ 2 1 ബിലോങ്സ് ടു ആർ ആൻഡ് 1 1 ബിലോങ്സ് ടു ആർ എടുത്തു. അങ്ങനെയാണെങ്കിൽ 2 1ഉം എവിടെ ഉണ്ടാവണം? ആറിൽ ഉണ്ടായിരിക്കണം. 2 1 ബിലോങ്സ് ടു ആർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആണല്ലോ, കറക്റ്റ് കിട്ടി. ഇനി നെക്സ്റ്റ് 1 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആണ് വരുന്നത്. അപ്പൊ ഞാൻ 1 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എടുത്തു. 1 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എടുക്കുമ്പോൾ അതില് നമുക്ക് നോക്കേണ്ടത് സെക്കൻഡ് എലമെന്റ് 1 ആണ്. 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേർഡ് പെയർ ഏതാണെന്ന് നോക്കണം. അത് 1 2 ആണ്. നമുക്ക് എഴുതാം 1 2 ബിലോങ്സ് ടു ആർ. അങ്ങനെയാണെങ്കിൽ 1 2ഉം എവിടെ ഉണ്ടാവണം? ആറിൽ ഉണ്ടാവണം. ചെക്ക് ചെയ്ത് നോക്കാം. 1 2 ആറിലുണ്ടോ? ഉണ്ട്. അതേപോലെ ഇനി ലാസ്റ്റ് ഓർഡേർഡ് പെയർ 2 2 എടുക്കുക. 2 2 എടുത്തു കഴിഞ്ഞാൽ 2 2 ബിലോങ്സ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത ഓർഡേർഡ് പെയർ നോക്കുക. 2 1 മാത്രമാണ് ഉള്ളത്. 2 2 നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. പിന്നെ ബാക്കി വരുന്നത് 2 1. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ആൻഡ് 2 1 belongs to R, which implies നമുക്ക് വരേണ്ടത് എന്താണ്? 2 1. 2 1 എവിടെ വരണം? ആറിൽ വരണം. വരുന്നുണ്ടോ? 2 1ഉം ആറിൽ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തു. ഇങ്ങനെ ആണെങ്കിലാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? ട്രാൻസിറ്റീവ് ആണെന്ന് പറയുന്നത്. If A, B, ordered pair A, B belongs to R and B, C belongs to R, implies that ordered pair AC belongs to R. For all A, B, C belongs to A. ഇതാണ് ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ റിഫ്ലെക്സീവ് പറഞ്ഞു, സിമ്മട്രിക് പറഞ്ഞു, ട്രാൻസിറ്റീവ് പറഞ്ഞു. റിഫ്ലെക്സീവ് എന്ന് പറയുന്നത് if A, A belongs to R for every A belongs to A എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സിമ്മട്രിക് ആണ്. ഇഫ് ഓർഡേർഡ് പെയർ A, B belongs to R implies that B, A belongs to R. അതായത് ഓർഡേർഡ് പെയറിനെ മറിച്ചിട്ടാലും എവിടെ ഉണ്ടാവണം? ആ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഫോർ എവറി A, B belongs to A എന്നാണ് പറയുന്നത്. ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞത് ട്രാൻസിറ്റീവ് ആണ്. ഇഫ് ഓർഡേർഡ് പെയർ A, B belongs to R and B, C belongs to R, then ordered pair A, C belongs to R. For all A, B, C belongs to A. ഇതാണ് ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കേണ്ടത് ഇക്വലൻസ് റിലേഷൻ ആണ്. എന്താണ് ഇക്വലൻസ് റിലേഷൻ എന്ന് നോക്കാം. A relation R in a set A is said to be an equivalence relation if R is reflexive, symmetric and transitive. A relation R in a set A is said to be an equivalence relation if R is reflexive, symmetric and transitive. അതായത് ഒരു റിലേഷൻ R എന്ന് പറയുന്നത് ഇക്വലൻസ് റിലേഷൻ ആവണമെങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമ്മട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? A, A belongs to R for every A element of A എന്ന് പറയുന്നത്. സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ A, B belongs to R ആണെങ്കിൽ ordered pair B, A also should belongs to R. ഇനി ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത് A, B ആറിലുണ്ട്, B, C ആറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ A, Cയും എവിടെ ഉണ്ടായിരിക്കണം?
ആറില് ഉണ്ടായിരിക്കണം. അതിനെയാണ് ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഇക്വലൻസ് റിലേഷൻ എന്ന് പറയും. ഇമ്പോർട്ടന്റ് ആണ്, ഇത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇക്വലൻസ് റിലേഷൻ. സോ ഈ റിലേഷൻ ആർ ഇൻ എ സെറ്റ് A is said to be an equivalence relation if R is reflexive, symmetric and transitive. ഇത്രയും ടൈപ്സ് ഓഫ് റിലേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം. എംപ്റ്റി റിലേഷൻ, യൂണിവേഴ്സൽ റിലേഷൻ. ഇനി എംപ്റ്റി റിലേഷനെയും യൂണിവേഴ്സൽ റിലേഷനെയും കൂടി നമ്മൾ ചില സമയത്ത് പറയുന്നത് ട്രിവിയൽ റിലേഷൻ എന്നാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് റിഫ്ലെക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്. ഇനി റിഫ്ലെക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവും ഒരു ആറ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്തെന്ന് പറയും? ഇക്വലൻസ് റിലേഷൻ എന്ന് പറയും. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. ബാക്കി നമുക്ക് എക്സസൈസിലെ ക്വസ്റ്റ്യൻസും എക്സാമ്പിൾസും ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.